നമസ്കാരം. പീപ്പിൾസ് കേരളയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഗുരുവായൂർ മണ്ഡലത്തിൽ കെ മുരളീധരൻ മത്സരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത്. കെ മുരളീധരൻ ഗുരുവായൂർ മണ്ഡലത്തിൽ മത്സരിച്ചാൽ ജയിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഗുരുവായൂർ മണ്ഡലത്തിലെ ജനങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് 100 പേരാണ്. ഇനി അവരുടെ അഭിപ്രായങ്ങളിലേക്ക് പോകാം. ജയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറയണേ. ഇവിടെ നിന്നാണല്ലോ, തൃശ്ശൂർ നിന്നാണല്ലോ പ്രാവശ്യം വൻ ഭൂരിപക്ഷം കിട്ടും. മുരളീധരൻ സാറും ഗുരുവായൂർ മത്സരിക്കാതിരിക്കാൻ നല്ലത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, പ്രത്യേകിച്ച് പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. മത്സരിക്കാതിരിക്കാൻ നല്ലത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, എനിക്ക് പ്രത്യേക പുള്ളിയോടുള്ള താല്പര്യം കൊണ്ട് പറഞ്ഞതാണ്. ആര്? മുരളീധരൻ. മുരളീധരൻ നിന്നാൽ ജയിക്കില്ല, തോൽക്കും. എന്തുകൊണ്ടാ തോൽക്കും പറയുന്നത്? തോൽക്കും എന്ന് പറയാൻ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ തോറ്റല്ലേ, അതുകൊണ്ട് ഈ പ്രാവശ്യം തോൽക്കും. മുരളീധരൻ നിന്നാൽ തോൽക്കും. വേറെ ആരും നിർത്തണം? ഞാൻ കോൺഗ്രസ് തന്നെയാണ്. പഴയ പറഞ്ഞിട്ട് വേറെ ആരും നിർത്തണം. മുരളീധരൻ നിന്നാൽ തോൽക്കും, ഉറപ്പാണ്. എന്തുകൊണ്ടാ നിങ്ങൾ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അങ്ങനെ? ഞാൻ കോൺഗ്രസ് തന്നെ കാരണം കണ്ടു. അയാളോടൊരു അടുപ്പില്ല, ആൾക്കാരായിട്ടുള്ള ഒരു ഇതില്ല. വെറും ഈ എന്താ പറയാ, മറ്റേ ഈ ഈഗോ കാണിക്കുക. സാധ്യത വളരെയധികം കുറവാണ്. എന്തുകൊണ്ടാ കുറവെന്ന് പറയുന്നത്? ലീഗ് പിന്താക്കാൻ ബുദ്ധിമുട്ടാണ്. ലീഗിന്റെ ആള് അതിന്റെ നേതാവിന്റെ ഇപ്പൊ പറയണ്ടായി മുരളീധരനെ ഗുരുവായൂർ കൊടുത്തിട്ട് കാര്യമില്ല. മുരളീധരൻ ജയിക്കില്ല. മുരളീധരൻ വന്നാൽ ഉറപ്പായിട്ടും തോൽക്കും. എന്തുകൊണ്ട് ഉറപ്പായി തോൽക്കുന്നു? അതെ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തൃശ്ശൂർ വന്നാൽ മുരളീധരൻ പിടിക്കുന്നിട്ട് എന്തുണ്ടായത്? തൃശ്ശൂർ വന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചാ? ഒന്നും സംഭവിച്ചില്ല. അപ്പൊ അതേപോലെ തന്നെ ഗുരുവായൂർ വന്നാലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഗുരുവായൂർ മണ്ഡലത്തില് ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ജയിക്കാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാണ്? മുരളി ആയതുകൊണ്ട് സാധ്യതയില്ല. സാധ്യതയില്ല. എന്തുകൊണ്ടാ മുരളി ആയതുകൊണ്ട് പറയുന്നത്? വേറെ പ്രത്യേകിച്ചല്ല, മൂപ്പര് ആയതുകൊണ്ട് സാധ്യതയില്ല. ഗുരുവായൂർ പ്രത്യേകിച്ച് ജയിക്കൂല. മുരളീധരൻ ജയിക്കില്ല. എന്തുകൊണ്ടാ ഇല്ല എന്ന് പറയുന്നത്? ഇല്ല. എന്തുകൊണ്ടാ? അത് അഭിപ്രായം കുറവാണ്. ആണ്. ജയിക്കില്ല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ വെച്ചാല് മുരളീധരൻ സാറ് ഇവിടുന്ന് പല വർഷം നിന്നിട്ട് തോറ്റിട്ടുള്ളതാണ്. പിന്നെ മൂപ്പർക്ക് താല്പര്യമില്ല, കോൺഗ്രസിനോടുള്ള വിശ്വാസമൊന്നുമല്ല. ഇവിടെ ഗുരുവായൂർ നിൽക്കാനുള്ള താല്പര്യം മുരളി സാറിനെ എന്ന് TV കാണാനല്ലേ നമ്മള്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? TV ചർച്ചകളുണ്ടല്ലോ. അല്ല, ജയിക്കാൻ സാധ്യതയുണ്ടോ? ജയിക്കാൻ സാധ്യത ജനങ്ങള് ഇന്ന് തുടങ്ങുള്ളൂ. ജയിക്കില്ല. UDF സ്ഥാനാർത്ഥിയായിട്ട് കെ മുരളീധരൻ മത്സരിച്ചാൽ ജയിക്കുമെന്ന് എന്റെ ചോദ്യം. ഏത് മണ്ഡലത്തില്? ഈ മണ്ഡലത്തിൽ, ഗുരുവായൂർ മണ്ഡലത്തിൽ ജയിക്കില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? മുരളീധരൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കരുണാകരൻ പക്ഷം തമ്മിലൂടെ മീറ്റിംഗിൽ ഒരു അടി നടക്കണ ഒരു സംഭവമാണ് ഇവിടെ ഗുരുവായൂരുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഗുരുവായൂരത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇടതുപക്ഷത്തിന് പടിഞ്ഞാറൻ മേഖലയിലൊക്കെ, തീരദേശ മേഖലയിലൊക്കെ ജയിക്കാൻ സാധ്യത. ജയിക്കാൻ ഒരിക്കലും മുരളീധരൻ ജയിക്കാനുള്ള സാധ്യത. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരന് വലിയ ഭൂരിപക്ഷം കിട്ടിയ ഒരു മണ്ഡലമാണ് ഗുരുവായൂർ. പക്ഷെ നിയമസഭയിലേക്ക് ആ സാധ്യത കുറവാണെന്നാണ് എൻ്റെ പക്ഷം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം ഇവിടെ TN പ്രതാപനും മത്സരിക്കണമെന്ന് ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. 30 സമുദായക്കാർ വലിയ വിഭാഗമുള്ള സ്ഥലമാണ് ചാവക്കാട്, ഏങ്ങണ്ടൂർ പഞ്ചായത്തുകൾ. അത് ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ പെട്ട സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് അവർ ആ ഭാഗത്ത് നിന്ന് വേണ്ടത്ര പ്രതികരണം ഉണ്ടാവാൻ സാധ്യത കുറവാണെന്നാണ് എൻ്റെ പക്ഷം. സാധ്യതല്ല. എന്തുകൊണ്ടാ സാധ്യത? കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ എനിക്ക് ജയിക്കും. ആണോ? എന്തുകൊണ്ടാ മുരളീധരന് സാധ്യത? മുരളീധരൻ സാധ്യത പ്രാവശ്യം തോറ്റുള്ള അയാൾക്ക് ഒരു വലിയ ഇമേജ് ഒന്നുമില്ല. കോൺഗ്രസിന്റെ സീറ്റായിട്ട് വന്നാൽ ഈ സീറ്റ് UDF ഇന്ന് നിൽക്കും. ഞാൻ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് പറയില്ല. ഇത് കോൺഗ്രസിന് തന്നെ നിന്നാലേ കിട്ടുള്ളൂ. കാരണം ഈ സീറ്റ് വേറെ ആർക്കെങ്കിലും വെച്ച് കൈമാറാൻ നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ പൊന്നാനി ലീഗിന് കൊടുക്കുക. ലീഗ് മോശമായിട്ട് പറയുന്നില്ല. ലീഗ് പൊന്നാനി കൊടുത്താൽ പൊന്നാനിയിലെ UDF സീറ്റ് കോൺഗ്രസിന് കൊടുക്കുക. അങ്ങനെ മുരളീധരൻ ഒരു സംശയം വേണ്ട. ജയിക്കാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ടാണ് കുറവെന്ന് പറയുന്നത്? കുറവാൻ കാരണം വെച്ചാൽ ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ കാലാവസ്ഥ എപ്പോഴും വേണം മാറാം. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് സാധ്യത കുറവാണ്. കെ മുരളീധരൻ ഇവിടെ ജയിക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇതിപ്പോ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഇതാണ്. പിന്നെ പുതിയ ട്രെൻഡുകളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷം ഇവിടെ ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം നിന്ന് തോറ്റ ആളാണ്. 90% ജയിക്കണം. എന്തുകൊണ്ടാ 90% ജയിക്കണം എന്ന് പറയുന്നത്? എല്ലാ കൂടുതലൊക്കെ ആള് സ്വാധീനമുള്ള കാരണം. ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവിടെ LDF ജയിച്ചു. ജയിക്കുക എന്നുള്ളത് മോഹം ഉണ്ടായിരിക്കും. അത് ജയിക്കട്ടെ. ഒരു പ്രാവശ്യം തോറ്റ ആളാണല്ലോ, ഇത് ജയിക്കട്ടെ. ജയിക്കാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ടാ കുറവെന്ന് പറയണേ? കുറവെന്ന് പറഞ്ഞാൽ ജനപിന്തുണ ഉണ്ടെങ്കിൽ ജയിച്ചങ്ങനെ ജയിച്ചില്ല. എന്തുകൊണ്ടാ കുറവെന്ന് പറയുന്നത്? കുറവെന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ജനപിന്തുണ കുറവാണ് ഇവിടെ. അതുകൊണ്ടാണ് പറയുന്നത്. സാധ്യത കുറവാണ്. എന്തുകൊണ്ടാ സാധ്യത കുറവെന്ന് പറയുന്നത്? അത് പറഞ്ഞ് ഇവിടെ LDF നല്ല ഭൂരിപക്ഷം. ഇപ്പൊ ഈ പഞ്ചായത്ത് 10,000 ചില്ലാൻ വോട്ടിന്റെ ലീഡ് LDF. 2 പ്രാവശ്യം തോറ്റു ലോക്സഭയിലേക്ക്. 3ാമത്താണ് ഇപ്പൊ ഇനിയിപ്പോ മത്സരിക്കുകയാണെങ്കിൽ ജയിക്കാൻ സാധ്യത ഉണ്ടോ? സാധ്യത കുറവാണ്. പറയാൻ പറ്റില്ല. അത് ആര് ജയിക്കാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല.
ജയിക്കുമെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, 100% ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ജയിക്കണം ജയിക്കില്ലേ എനിക്കറിയില്ല, നിങ്ങളോട് ചോദിക്കുന്നത്. മത്സരിച്ച് നോക്കട്ടെ. മത്സരിച്ച് നോക്കട്ടെ എന്ന് പറയാം. ജയിക്കുമെന്നാ ഞാൻ ചോദിച്ചേ. ജയിക്കാ എല്ലാവരും ജയിക്കണമെങ്കിൽ മത്സരിക്കണേ. ഓരോരുത്തർ ആത്മാർത്ഥമായിട്ട് ജയിക്കട്ടെ. ജയിക്കാൻ സാധ്യതയുണ്ടോ? പിന്നെ കാറ്റ് വീശിണ്ടല്ലോ ഇപ്പോ, കാറ്റ് വീശിയതല്ലേ പറഞ്ഞേ. കെ മുരളീധരൻക്ക് എന്തായാലും ഇവിടെ ഫൗണ്ടേഷൻ ഉണ്ട് പുള്ളിക്ക്. കാരണം കെ കരുണാകരൻ്റെ മകൻ എന്ന നിലക്കും മാത്രമല്ല പൊളിറ്റിക്സിനപ്പുറത്തുള്ള കുറച്ച് ബന്ധങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൻ അദ്ദേഹത്തെ തോൽപ്പിക്കും, അതാണ് അവസ്ഥ. കാരണം കെ മുരളീധരൻ്റെ പേര് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ടി എം പ്രതാപൻ്റെ പേര് ഇപ്പുറത്തും പറയുന്നുണ്ട്. പുള്ളി കുറെ കാലമായി ഗുരുവായൂർ നിൽക്കണം എന്ന് പ്രവർത്തകരുടെ ഇടയിൽ, അദ്ദേഹം ഞാൻ സംസാരിച്ചിട്ടില്ല കേട്ടോ, പ്രവർത്തകരുടെ മറ്റേ ഇടയിൽ അത് പറയുന്നുമുണ്ട്. ആ നിലക്ക് കെ മുരളീധരൻ പാർലമെന്റിലേക്ക് നിൽക്കുമ്പോൾ ടി എം പ്രതാപനാണ് എന്നെ തോൽപ്പിച്ചത് എന്ന് കെ മുരളീധരൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞൊരു സംഗതി ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ആ നിർത്തി ഇപ്പോഴും നിൽക്കുന്നല്ലേ, കെ മുരളീധരൻ നിൽക്കുമ്പോൾ ടി എം പ്രതാപൻ അപ്പുറത്ത് ഇപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്താണോ അതാണ് എൻ്റെ ഉത്തരം. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ 30 കൊല്ലമായിട്ട് തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അത് പിന്നെ ആര് ജയിക്കും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, മുരളീധരൻ നിന്നാ ജയിക്കുമെന്നാ? എനിക്ക് മുരളീധരനെ കുറിച്ച് ഒന്നും അറിയില്ല. ജയിക്കാൻ സാധ്യതയുണ്ടോ? മോനെ ഞാൻ എങ്ങനെ പറയാ? നിന്നാ ജയിക്കും ഉറപ്പാണ്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, മൂത്ത കോൺഗ്രസ്സുകാരനാണ് ഞാൻ. എൻ്റെ ഉപ്പ, എൻ്റെ വല്യപ്പ എല്ലാവരും കോൺഗ്രസ്സുകാരാണ്, മൂത്ത കോൺഗ്രസ്സുകാരാണ്. അതുകൊണ്ട് മുരളീധരൻ ഗുരുവായൂർ നിന്നാല് വിജയിക്കും. മുരളീധരൻ നിർത്തില്ലല്ലോ, ലീഗാണ് നിൽക്കണമെന്ന്. ജയിക്കോ മുരളീധരൻ? നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ ഇത് പറയാനാ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. 8 നിലക്ക് പൊട്ടും. 8 നിലക്ക് പൊട്ടും. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ ഇതൊക്കെ അതിന് മുമ്പ് കരുണാകരനും മുരളീധരനും പരീക്ഷിച്ച മണ്ഡലമാണ്. അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. ജയിക്കും, തീർച്ചയായും ജയിക്കും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ, പഞ്ചായത്ത് കംപ്ലീറ്റ് തൂത്ത് വരികയാണ് UDF. അത് കാരണം ഇപ്രാവശ്യം എന്തായാലും മുരളീധരൻ ജയിച്ചിരിക്കും. ജയിക്കാൻ സാധ്യത എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതെന്തുകൊണ്ടാ? അച്ഛന്റെ കഴിവ് മുരളീധരനില്ല, കരുണാസാറിന്റെ കഴിവില്ല. അതെന്തുകൊണ്ടാ കഴിവില്ല എന്ന് പറയും? ഇല്ല, നമ്മൾക്ക് തോന്നിക്കാണ്. ഞാൻ ചെയ്യാനാ? എന്റെ അഭിപ്രായം എടുക്കണ്ട. എന്റെ അഭിപ്രായത്തിൽ UDF ജയിക്കും തോന്നുന്നില്ല. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? കാരണം അദ്ദേഹത്തിന് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം ഇവിടെ പല പ്രാവശ്യം നിന്നിട്ട് നമുക്ക് അറിയണല്ലേ, ഏത് എവിടെ പോയാലും കുരുതി കൊടുത്തില്ലാണ്. പിന്നെ അത്ര ഒരു ജനകീയനും അല്ല ഗുരുവായൂർ. ഇല്ല. സാധ്യത ഉണ്ടോ? സാധ്യത ഒട്ടില്ല. തീർച്ചയായിട്ടും ജയിക്കും. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാന്ന്? കട്ടെന്ന് പഠിച്ചിട്ടില്ല. കട്ടെന്ന് അവന്റെ അച്ഛനും കട്ടെന്ന് പഠിച്ചില്ല, അയാളും കട്ടെന്ന് പഠിച്ചില്ല. മുരളീധരനൊരു കുഴപ്പമുണ്ട്, എന്തേലും പറഞ്ഞ് എടുത്തിയാടി ഒരു മറുപടി പറയാം, അത്രേ ഉള്ളൂ. കാരണം കട്ടെന്ന് പഠിക്കേണ്ട ആവശ്യം അവർക്കില്ല. അവർക്ക് 12 കാലം ജീവിക്കാനുള്ളത് അവരേലുണ്ട്. ജയിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ജയിക്കും. മുരളീധരൻ ജയിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിന്നിട്ടില്ല, കഴിഞ്ഞ പ്രാവശ്യം നിന്നിട്ടില്ല. ജയിക്കാൻ സാധ്യത ഇപ്പോഴത്തെ അവസ്ഥ പറയാൻ പറ്റില്ല. എന്താ കാരണത്തിനെങ്കിൽ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ഇലക്ഷന് കോൺഗ്രസ് ഒക്കെ വളരെ പരാജയമായി, മാർക്കറ്റ് മറ്റെല്ലാവർക്കും എല്ലാം ചാവക്കാട് മേഖലയിൽ സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറവാണ്. ജയിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജയിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. താങ്കളുടെ ആഗ്രഹം ഒക്കെ ജയിക്കാൻ സാധ്യതയുണ്ടോ? ജയിക്കാൻ സാധ്യതയുണ്ട്, ഉറപ്പാണ്. എന്തുകൊണ്ടാ? അല്ല, അറിയാത്ത അതറിയില്ല, നമുക്ക് അറിയില്ല. തീർച്ചയായിട്ടും ജയിക്കാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാ? വ്യക്തിപരമായിട്ട് പൊളിറ്റീഷ്യൻ എന്നുള്ള എനിക്ക് വിവിധ ജില്ലകളിൽ മത്സരിച്ച് വിജയം കണ്ടിട്ടുള്ള ഒരാളാണ്. ഒരു പൊളിറ്റീഷ്യൻ്റെ ഒരു എന്താ പറയുക, പിതാവിൻ്റെ മകൻ എന്നുള്ള നിലയ്ക്കൊക്കെ വലിയ പോസിറ്റീവ്നെസ് ഉണ്ട്. പക്ഷെ ഗുരുവായൂർ മണ്ഡലത്തിനെ സംബന്ധിച്ച് ജനങ്ങൾ അത് ഉൾക്കൊള്ളാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാണ് ഉൾക്കൊള്ളാത്തത്? വ്യത്യസ്ത മേഖലകളിൽ മത്സരിക്കുന്നതിൻ്റെ തുടർച്ച പലപ്പോഴും ആ മണ്ഡലത്തിന് ഗുണം ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഗുരുവായൂർ മണ്ഡലത്തിൽ ജയിക്കില്ല. എന്തുകൊണ്ടാണ് ജയിക്കില്ല പറയുന്നത്? കാരണം ഒരുപാട് പ്രവർത്തനം ചെയ്തിട്ടില്ല മുക്കാട്. ഇവിടെ ഒരുപാട് കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ സീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇന്നലെ കൊടുത്തിട്ടില്ല. അവിടെ മറ്റേ UDFന്റെ മുസ്ലിം ലീഗ് ടീം ആ സീറ്റാണ്, അവരുടെ സീറ്റാണ്. അവിടെ CH റഷീദ് അല്ലെങ്കിൽ ബഷീർക്ക് നിൽക്കും. അല്ല, ആയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ മുരളീധരൻ ഇവിടെ നിൽക്കുവാണെങ്കിൽ ജയിക്കുമെന്നാണ്. ജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്? പ്രവർത്തനം ഇല്ലാത്തതിന്റെ പേരിൽ. തൃശ്ശൂരാണെങ്കിലും ഇവിടെയാണ് പ്രവർത്തനമില്ല. 10 വർഷമായിട്ട് ഇപ്പൊ LDF ആണല്ലോ ഭരിക്കണത്. അപ്പൊ ജനങ്ങള് ഇപ്പൊ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. UDF ഇപ്പോ മുരളീധരൻ നിന്നാ ജയിക്കുമെന്നാണ് എന്റെ ചോദ്യം. ജയിക്കുമെന്നാണ് എന്റെ വിശ്വാസത്ത്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇപ്പൊ LDF സർക്കാരിന് എതിരായിട്ട് ഒരു ജനവികാരം ഉണ്ട്. നമുക്ക് പ്രവചനം പറയാൻ പറ്റില്ല.
താങ്കളൊരു കാഴ്ചപ്പാടുള്ളൂ? അതന്നെ പ്രപഞ്ചനം എനിക്ക് പറയാൻ പറ്റില്ല. ഇല്ല ജയിക്കാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ടാ കുറവ് എന്ന് പറയുന്നത്? ഇവിടുത്തെ എനിക്ക് അക്ബർ ഇവിടുത്തെ നാട്ടുകാരനാണ്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഞാൻ ചോദിക്കുന്നത് സാധ്യത എന്തുകൊണ്ടാ കുറവ് എന്ന് പറയുന്നത്? സാധ്യത കുറവെന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് മുരളീധരനെ ഒരു ഇതില്ലാത്തൊരു വ്യക്തിയാണ്, അതായത് ഭാഗ്യമില്ലാത്തൊരു വ്യക്തിയാണ്. ഇവിടെ 2 വട്ടം തോറ്റ ഒരാളാണ്. ജയിക്കൂല എന്ന് പറയുന്നത്? ജയിക്കില്ല എന്ന് എന്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം. ജയിക്കാൻ സാധ്യത കുറവാ. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ഇവിടെ കാലങ്ങൾ കുറെ ആയിട്ട് CPM ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ഹോപ്പൊന്നുമില്ല. മുരളീധരൻ ജയിക്കാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? എന്താ വെച്ചാൽ അയാൾ ഇവിടെ വന്ന് നമ്മളെ എല്ലാരും ആയിട്ട് കാണാനോ മറ്റുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ആള് ജയിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ പോവും. ഇവിടെ ജയിക്കാൻ സാധ്യത കുറവാണ്. സാധ്യത പറയും ഇല്ല. എന്തുകൊണ്ടാ ഇല്ല പറയുന്നത്? കാരണം ജയിച്ചു കഴിഞ്ഞാല് ഇവര് അവരെ കാര്യങ്ങൾ നോക്കി പോയി. ഇതങ്ങോട്ട് പറഞ്ഞില്ല. ഇവിടുത്തെ ജയിച്ചു പോയ ഞങ്ങളൊക്കെ കോൺഗ്രസ്സുകാരുന്നു, പഴയ കോൺഗ്രസ്സുകാരാണ്, ഇതൊക്കെ കോൺഗ്രസ്സുകാരാണ്, ഞാനും കോൺഗ്രസ്സുകാരനാണ്, ഇദ്ദേഹം കോൺഗ്രസ്സുകാരൻ, ഞാനും കോൺഗ്രസ്സുകാരനാണ്. ജയിക്കില്ല എന്ന് പറയുന്നത്? ജയിക്കില്ല. പറ്റില്ലല്ലോ. എന്തുകൊണ്ടാ അങ്ങനെയാണ് കാര്യങ്ങൾ. ജയിക്കാൻ സാധ്യത ഉണ്ടോ? സാധ്യത വളരെ കുറവായിരിക്കും. പമ്പിച്ച ഭൂരിപക്ഷം ജയിക്കും. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? കാരണം ഒരു കരുണാകരന്റെ കാലത്ത് തന്നെ ഒരു ഹോൾഡുള്ള ഒരു ഒരു അന്തരീക്ഷം ഉണ്ട് ഇവിടെ. അത് മകനാണെന്നുള്ള നിലയ്ക്ക് മുരളീധരനും ആ ഒരു സപ്പോർട്ട് ഗുരുവായൂർ പ്രദേശത്ത് കിട്ടും. എങ്ങനെ ജയിക്കൂല? ഇല്ല. എന്നിട്ട് അങ്ങനെ പറയണേ? ഗ്രൂപ്പല്ലേ, കോൺഗ്രസിലെ ഏറ്റവും വലിയ ഗ്രൂപ്പാണല്ലോ പ്രതാപന്റെ ഗ്രൂപ്പ്, മുരളി ഗ്രൂപ്പ്, പല ഗ്രൂപ്പുകളുണ്ടല്ലോ. പിന്നെങ്കിലും ജയിക്കാൻ സാധ്യത. ഇത് LDFന്റെ ഇതാണല്ലോ. ഞാൻ ചോദിക്കുന്നത് ആയിക്കോട്ടെ, LDFന്റെ സീറ്റാണല്ലോ. 10-20,000 വോട്ടിന് ലീഡ് ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. നല്ലൊരു പ്രകടനം. ജയിക്കാൻ സാധ്യതയുണ്ടോ? ജയിക്കാൻ സാധ്യത കാണുന്നില്ല. ഇവിടെ ഗുരുവായൂർ മണ്ഡലത്തിൽ ഗുരുവായൂർ നിൽക്കില്ല എന്നല്ല കേട്ടത്. നിന്നാ ജയിക്കുമോ? ചോദിക്കണ്ട. സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? മുരളി ഒരു കരുണാകരന്റെ മകനാണ്, കോൺഗ്രസിൽ മുന്നിലെ ഒരു നേതാവ് കൂടെയാണ്. മൂപ്പര് കണ്ണടച്ച് ജയിക്കും. ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് ഉറപ്പ് പറയാൻ പറ്റാതെ? നമുക്ക് ഇന്ന് നടക്കണ അത് എല്ലാവരും വോട്ട് ചെയ്യണത് എങ്ങനെയാണ് ഏതാന്നുള്ള മനുഷ്യങ്ങൾ കുറേശ്ശൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ചെയ്യണത്. ആദ്യത്തെ പോലെ അല്ല. ജയിക്കുമെന്നാ മുരളി എന്തോ അഭിപ്രായം പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ അഭിപ്രായം പറയാത്തെ? ഇവര് ഇവിടെ 10-16,000 വോട്ടിന് ജയിച്ച സ്ഥലല്ലേ. അപ്പോ ചിലപ്പോ അതൊക്കെ മറികടന്ന് പോയിട്ട് വേണ്ടേ? ഇല്ല. ജയിക്കാൻ സാധ്യത ഉണ്ടോ? സാധ്യത കുറവാണ്. എന്തുകൊണ്ടാ കുറവെന്ന് പറയുന്നത്? എന്തുകൊണ്ടാ കുറവെന്ന് പറയുന്നത്? കുറവെന്ന് ഇത് തന്നെയാണ് കാര്യം. ജയിക്കാൻ സാധ്യത ഉണ്ട്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ അവരെ ടൈം കഴിഞ്ഞെന്നുള്ളതാണ് ഒരു അഭിപ്രായം. ഇല്ല, ജയിക്കാൻ സാധ്യതയല്ല. ചാൻസ് 90% ചാൻസ് ഉണ്ട്. സാധ്യത കുറവാണ്. എന്തുകൊണ്ടാ സാധ്യത കുറവെന്ന് പറയുന്നത്? സാധ്യത കുറവെന്ന് പറഞ്ഞാൽ നിലവിലുള്ളത് വെച്ചിട്ട് സാധ്യത കുറവാ. എന്താ നിലവിൽ എന്താണ്? നിലവിലുള്ളപ്പോ തോൽവിയാണല്ലോ. കുറവാണ്. കുറവാണ്. ഇവിടെ ഗുരുവായൂർ ഇന്നത്തെ അന്തരീക്ഷം വെച്ചിട്ട് ഏത് സ്ഥാനാർത്ഥി നിന്നാലും UDF ജയിക്കാനാണ് സാധ്യത. ഇപ്പോ നല്ലൊരു അവസ്ഥയാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കണ്ടപ്പോൾ നല്ലൊരു അന്തരീക്ഷമായിട്ട് കാണുന്നത് UDF. ഇന്നത്തെ അന്തരീക്ഷം ഏത് സ്ഥാനാർത്ഥി നിന്നാലും UDF നല്ല രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി നിന്നാൽ ജയിക്കാൻ സാധ്യത ഇല്ല. എന്തുകൊണ്ടാ ജയിക്കില്ല പറയണേ? എന്തുകൊണ്ടാ ജയിക്കില്ല പറയണേ? ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഇല്ല, ജയിക്കില്ല. ഇവിടെ ഇടതുപക്ഷം ജയിക്കും. ഇവിടെ ജയിക്കില്ല. എന്തുകൊണ്ടാ ജയിക്കൂല പറയണേ? അങ്ങനെയാണ് ഇവിടെ ഇവിടുത്തെ എന്റെ അങ്ങനെയാണ്. ജയിക്കൂല. ആര് ജയിച്ചാലും നമുക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ജയിക്കോ? അത് നമുക്ക് എങ്ങനെ പറയാം അഭിപ്രായം? ഇല്ല, അഭിപ്രായം പറയാൻ പറ്റില്ല. കുറെ 1-2 പ്രാവശ്യം നിന്നിട്ടുണ്ട്. മൂപ്പർക്ക് ഇവിടെ അനുകൂലം ഇല്ല. ജയിക്കൂല. ഒരഭിപ്രായം എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയമായിട്ട് വിലയിരുത്തിയിട്ടില്ല. ഇപ്പോഴത്തെ ജനസമ്മതി എങ്ങനെയുണ്ടെന്നൊന്നും ഞാൻ വിലയിരുത്തിയിട്ടില്ല. 2 പ്രാവശ്യം തോറ്റതല്ലേ, പ്രാവശ്യം ജയിച്ചോട്ടെ. അല്ല, ജയിക്കാൻ സാധ്യത ഉണ്ടോ? അങ്ങനെ തോറ്റതെന്നല്ല ഞാൻ ചോദിക്കുന്നത്, ജയിക്കോ? ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ഇപ്പൊ ഈ ഭാഗത്ത് കോൺഗ്രസ് എല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന്. ജയിക്കില്ല. എന്തുകൊണ്ടാ ജയിക്കില്ല എന്ന് പറയണേ? ജയിക്കില്ല എന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട്. ജയിക്കൂല. കുറവാണ്. എന്തുകൊണ്ടാ കുറവെന്ന് പറയുന്നത്? എന്താ കുറവെന്ന് പറയുന്നത്? അടിത്തറ കുറവാണോ ഇവിടെ? എന്തുകൊണ്ടാ കുറവെന്ന് പറയണേ? കുറവാണ്. സാധ്യത കുറവാ. എന്തുകൊണ്ടാ സാധ്യത കുറവെന്ന് പറയുന്നത്? അത് കോൺഗ്രസിന്റെ പോക്ക് ഇപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് സാധ്യത കുറവാ. കുറവ് 100%. ഇല്ല, ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാ അങ്ങനെ ഇല്ല എന്ന് പറയുന്നത്? ഇവിടെ ഇപ്പോ CPMന്റെ ഒരു ഭരണമാണ് ഇവിടെ ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ. ജയിക്കൂല. ഒരിക്കലും ഇല്ല. ഇല്ല, ജയിക്കില്ല. എന്തുകൊണ്ടാ ഇല്ല എന്ന് പറയുന്നത്? മുന്നേ തൃശ്ശൂര് പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടാണ് ആള് ഇവിടെ തോറ്റിട്ട് പോയിട്ടുള്ളൂ. മാസ്ക് ഒന്ന് ഊരുവാ.
ഇങ്ങനെ ഇരുന്നോട്ടെ. ആളെ കണ്ടോട്ടെ. അത് കുഴപ്പമില്ല, കണ്ടുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ എന്താ പറയാ? ജയിക്കില്ല. ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും പറയുന്നത്? ആള് കോൺഗ്രസിൽ പ്രഗത്ഭനായുള്ള ഒരു നേതാവാണ്. പിന്നെ ഇപ്പോൾ നിലവിലെ MLA-മാരുടെ നിലവിലെ MLA-യുടെ പോരാളികളുടെ വികസനം ഒന്നും വേണ്ടത്ര ആയിട്ടില്ല. ഓക്കെ. സ്ഥാനാർത്ഥി ആരാണെങ്കിലും ജയിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇപ്പോഴത്തെ സാഹചര്യം, നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അറിയാലോ. സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം അദ്ദേഹം ഇവിടെ സ്വാധീനമുണ്ട്. ഉണ്ട്, ജനങ്ങൾക്കിടയിൽ ശരിക്കും സ്വാധീനമുണ്ട്. അത് ഇപ്പൊ മറന്നേക്ക് പുറത്തു വരും വന്നേരം. ജയിക്കൂല. എന്തുകൊണ്ടാ ജയിക്കൂല എന്ന് പറയുന്നത്? ജയിക്കൂല. ഇവിടെ എന്തുകൊണ്ടാ ജയിക്കൂല പറയുന്നത്? ഇവിടെ ജയിക്കൂല. എന്തുകൊണ്ടാ ജയിക്കാത്തത്? അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ. ഇല്ല, ജയിക്കില്ല. ജയിക്കാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ടാ ജയിക്കാൻ സാധ്യത കുറവ് പറയുന്നത്? പലർക്കും പല അഭിപ്രായങ്ങളാണ് മൂപ്പരെ പറ്റിയിട്ടുള്ളത്. പെങ്ങളെ BJP കൊടുത്ത്, തിരുവനന്തപുരം മൂപ്പര് ഏറ്റെടുത്തിട്ട് അത് BJP കൊടുത്ത്, ഇങ്ങനൊക്കെ നമ്മൾ ന്യൂസ് കേൾക്കുമ്പോൾ പിന്നെ ഇതിനപ്പുറത്തൊന്നും പറയാനില്ല സാർ. നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ പറയാൻ പറ്റാത്തത്? അറിയില്ല, എന്താ രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ല. ഉണ്ട്. എന്തുകൊണ്ടാ? കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള മണ്ഡലാണത്. അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടോന്ന് അത് പറയാൻ പറ്റില്ല. എന്താ വെച്ചെങ്കിൽ അത് അവരുടെ വഴക്ക് ആദ്യം തീർത്ത് സന്തോഷമായിട്ട് എല്ലാവരും നിൽക്കുകയാണെങ്കിൽ സാധ്യതകൾ ഉണ്ടാവാം. സാധ്യത കുറവാണ്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അല്ല, സാധ്യത കുറവെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ മറ്റേ ശരിക്ക് ഔദ്യോഗികമായിട്ട് ഡിക്ലറേഷൻ വന്നിട്ടൊന്നുമില്ല. ആയിക്കോട്ടെ, സാധ്യത കുറവ് എന്തുകൊണ്ടാ പറയുന്നത്? പക്ഷെ ഇപ്പൊ മുൻകൂട്ടിയിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇല്ല. സാധ്യത ഇല്ല എന്നാണ് എൻ്റെ ഇത്. മുസ്ലിം ലീഗ് അനുയായിയാണ്. ഞാൻ ഒരു മുസ്ലിം ലീഗുകാരനാണ്. അപ്പൊ അതുകൊണ്ട് എന്താ സാധ്യത ഇല്ല? അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഇത്തവണ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ട്. മുരളീധരൻ തന്നെ നിഷേധിച്ചല്ല അത്, പിന്നെ അങ്ങനെ മുരളീധരൻ നിർത്തുക? അല്ല, അത് നിഷേധിച്ചിട്ടുണ്ട്. തന്നെ നിഷേധിച്ചു. പിന്നെ TM പ്രതാപന്റെ പേരാണ് ഇപ്പൊ വീണ്ടും വന്നിട്ടുള്ളത്. അതിപ്പോ എങ്ങനെയാന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. മുരളീധരൻ മത്സരിക്കുന്നത് തീർച്ചയായിട്ടും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അദ്ദേഹത്തിന് 7000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നിലവിലിവിടെ ഉണ്ട്. പക്ഷെ അങ്ങനെ യാതൊരു ചർച്ചയും UDF നടന്നിട്ടുമില്ല. ഞാൻ ചോദിക്കുന്നത്, മത്സരിക്കുകയാണ്, ജയിക്കുമോ? സാധ്യതയുണ്ട്, ജയിക്കാൻ സാധ്യത. കെ മുരളീധരന്റെ സ്ഥാനാർത്ഥി കുറവാണ്. സാധ്യത കുറവാ. എന്തുകൊണ്ടാണ്? ഒന്നാമത് കാലഘട്ടം മാറി. ഒന്നാമത് പുള്ളിയുടെ സ്വാഭാവികമായിട്ട് പഴയ കാലത്തെ പ്രസ്താവനകളും കോൺഗ്രസിനെതിരെ പറഞ്ഞിട്ടുള്ള എല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യും. പുതിയ ജനറേഷൻ അന്ന് കേട്ടിട്ടുണ്ടാവില്ല. അവർക്കത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുരളീധരനോടുള്ള ഇപ്പൊ കാണുന്നൊരു ഇംപ്രഷൻ പോകും, പഴയ സ്റ്റേറ്റ്മെന്റുകളും കാണുമ്പോൾ. പറയാൻ പറ്റില്ല, അയാളെ കേസ് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അയാളെ കേസ് പറയാൻ പറ്റില്ല? സാധ്യത ഉണ്ടോ ഇല്ലേ? അങ്ങനെ ജനസമ്മതി ഒന്നും ഇല്ല നമ്മുടെ ആൾക്ക്. ജനസമ്മതി ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നേ? ഇല്ല, പൊതുവെ അങ്ങനെ പറഞ്ഞ എന്താണെന്ന് അറിയില്ല. ജയിക്കണം, അങ്ങനെയെങ്കിലും നമ്മള് ഇവിടെ രക്ഷപ്പെടണം എല്ലാവരും. അങ്ങനെയാണ്, അല്ലാണ്ട് ഇനി രക്ഷല്ല. സാധ്യത കുറവാണ്. എന്തുകൊണ്ടാ കുറവെന്ന് പറയുന്നത്? കുറവെന്ന് വെച്ചാല് ഇവിടുത്തെ രാഷ്ട്രീയം അങ്ങനെയാണ്. ഇവിടുത്തെ രാഷ്ട്രീയം അങ്ങനെയാണോ? ഇല്ല, ജയിക്കാൻ സാധ്യത. എന്തുകൊണ്ടാ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ലെഫ്റ്റ് ആണ്, ഓൾവേസ് ലെഫ്റ്റ്. ഗുരുവായൂർ നിയോജക മണ്ഡലല്ലേ, ഇവിടെ ലെഫ്റ്റ് തന്നെയാണ്. ആണ്. ജയിക്കാൻ സാധ്യതയില്ല. ഒരു സാധ്യതയില്ല, പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല? പറയാൻ പറ്റില്ല. സാധ്യത ഉണ്ടോ? സാധ്യത ഉണ്ടായിരിക്കാം. സാധ്യത കുറവാണ്. എന്ന് വെച്ചാൽ ഇവിടെ ലീഗിന്റെ ആണ്, പഴയ കാലം മുതൽ തന്നെ ലീഗിന്റെ മണ്ഡലമാണ്. പിന്നെ പിന്നെ നിൽക്കാതിരിക്കലും ലീഗുകാർ സമ്മതിച്ചിട്ട് ആയിരിക്കണം. എന്താന്നുള്ള അറിയില്ല. അത് പറയാൻ പറ്റില്ല. പ്രയാസാണോ? എന്താ പ്രയാസമായിട്ട് ജയിക്കുന്നുള്ള കാര്യം അത്ര ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ജയിക്കില്ല. എന്തുകൊണ്ടാ ജയിക്കില്ല? ജയിക്കില്ല, ഇവിടെ അക്ബർ ജയിക്കുള്ളൂ. അക്ബർ നിൽക്കണങ്ങ് ഇല്ല. എന്തുകൊണ്ടാ ഇല്ലാന്ന് പറയുന്നത്? ഇല്ല, ഇവിടെ CPM ആണ് ജയിക്കാറ്. ജയിക്കില്ല. ഇല്ല, ഉറപ്പാ. ഇലക്ഷനെ കുറിച്ച് പറയാന്ന് വെച്ചിട്ട് എനിക്ക് ഓർക്കില്ല. എന്തുകൊണ്ടാ? ഞാൻ പ്രത്യേകിച്ച് നാട്ടിലെത്ത ആളാ, ഞാൻ പുറത്താണതാണ്. അതുകൊണ്ട് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. പോസിബിലിറ്റി ഉണ്ട്. എന്തുകൊണ്ടാ? പ്രത്യേകിച്ച് അതിനെ കുറിച്ച്, അതായത് പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ കൂടുതൽ സപ്പോർട്ട് ഉണ്ട്, കോൺഗ്രസിന് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് പോസിബിലിറ്റി ഉണ്ട്. മുരളീധരൻ ഒരു നല്ല മത്സരം ഉണ്ടാവും, ജയിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ അങ്ങനെ? അത് ഇപ്പൊ ഇവിടെ LDF-ന് അനുകൂലമായിട്ടുള്ള ഒരു സീറ്റായി ഗുരുവായൂർ മണ്ഡലം മാറിക്കഴിഞ്ഞു. ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അല്ലാണ്ട് ജയിക്കൂല. ഇടതുപക്ഷത്തിനൂടെ സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ജയിക്കും. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ജയിക്കും. ഓക്കെ. ജയിക്കാൻ ഇവിടെ അദ്ദേഹം ഒരിക്കൽ നിന്നിട്ട് തോറ്റുപോയിട്ടുള്ളതാണ്. പിന്നീട് ഇനിയിപ്പോൾ രണ്ടാമത്തെ തവണയാണ് കക്ഷി വരുന്നത്. അപ്പോൾ പ്രതാപൻ ഇവിടെ വരുന്നു നിൽക്കുന്നു എന്നുള്ളൊരു
നിലപാട് നിൽക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി എങ്ങനെയാന്നുള്ളത് കണ്ടറിയണം. അതൊക്കെ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ നിന്നത് പോലല്ല, പ്രാവശ്യം നിന്നാൽ തീർച്ചയായിട്ടും UDF ജയിക്കും. അതാണ് ഗുരുവായൂർ മണ്ഡലത്തില് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഗുരുവായൂർ മണ്ഡലത്തിൽ LDF-നാണ് മുൻഗണന. അല്ല, ലീഗ് ഇവിടെ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മുരളീധരൻ മത്സരിക്കില്ല എന്ന് മുരളീധരൻ തന്നെ പറഞ്ഞു. മത്സരിക്കുകയാണെങ്കിൽ ഇവിടെ ഇല്ല, ലീഗ് തന്നെ ഇവിടെ എന്തായാലും മത്സരിക്കുള്ളൂ. ഇനി മത്സരിക്കുകയാണെങ്കിൽ പോലും അവിടെ മുരളീധരന് സാധ്യതയുണ്ട്. മുരളീധരൻ എന്നല്ല, UDF-ന് സാധ്യതയുണ്ട്. ഒരിക്കലും ജയിക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അയാൾ അങ്ങനത്തെ ഒരു കക്ഷിയാ. ജയിക്കില്ല. ഇല്ല എന്നാണോ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇല്ല എന്ന് പറയുന്നത്? പക്ഷെ ഇവിടെ സാധ്യത ഉണ്ടോ? ഇല്ല. ഞാൻ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ല. എന്തുകൊണ്ടാണ് ബന്ധമില്ലാത്ത? നമുക്ക് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട്. ഡിസ്പെഷനാണ്. അതെ. വോട്ട് ചെയ്യലുണ്ടോ? ഹോട്ടലുണ്ട്. ജയിക്കില്ല, ഒരിക്കലും ജയിക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ ഇത് മറ്റേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വാർഡാണ്. രാഷ്ട്രീയം കണക്കൂട്ടിയിട്ട് മുഖ്യമന്ത്രി മറ്റേതൊക്കെ വേണമെന്നുള്ള ഒറ്റ ഉത്തരത്തിൽ ഞാൻ ചോദിക്കാം, ജയിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യതയില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്താ കാര്യം എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന നടപടി അങ്ങനെയാണ്. കാരണം ഒരാൾക്ക് ഒരു ചാൻസ് കൊടുക്കണ്ടേ, ഒരു പദ്ധതി ഒരാൾക്ക് കൊടുക്കണ്ടേ. ഇപ്പൊ മുനിസിപ്പാലിറ്റി ഇലക്ഷൻ ആയാലും കഴിഞ്ഞാൽ ഒരു വാർഡിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഒരു ചാൻസ് കൊടുക്കണ്ട. 5 വർഷമായാലും രാഷ്ട്രീയം അറിയില്ല. നിങ്ങൾ വോട്ട് ചെയ്യലുണ്ടോ? വോട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കാ വോട്ട് ചെയ്യല്? നമുക്കറിയില്ല കേട്ടോ. എന്നാലും താങ്കളുടെ കാഴ്ചപ്പാടില് നമുക്കറിയില്ല, അറിയാത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല. ഗുരുവായൂർ മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ടോ? അറിയില്ല. ഇല്ല. അറിയില്ല. ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഇല്ല പറയുന്നത്? മാർക്സിന്റെ പാർട്ടിയാണല്ലോ ഇവിടെ, അതുകൊണ്ട് സാധ്യത കുറവാണോ? ഭരണകക്ഷിയുടെ എതിർപ്പ് കാരണം ഈ ശബരിമല ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും ടോട്ടലി ഞാൻ ചോദിക്കുന്നത് സാധ്യത ഉണ്ടോന്നാ? സാധ്യത ഉണ്ടെന്നാണ്. എന്തുകൊണ്ടാണ് സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? സാധ്യത ഇന്നത്തെ ഭരണത്തിനെതിരായിരിക്കും. കെ മുരളീധരൻ ഗുരുവായൂർ മണ്ഡലത്തിൽ മത്സരിച്ചാൽ സാധ്യതകളാണ് ജനങ്ങളുടെ മുന്നിൽ പങ്കുവച്ചത്. നന്ദി, നമസ്കാരം.